നേതൃമാറ്റം സംബന്ധിച്ച വാർത്തകളോട് കെ.പി.സി. അധ്യക്ഷൻ കെ. സുധാകരൻ തന്നെ ഇതിനോടകം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം കെ. മുരളീധരൻ ചേരുകയാണ്, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്. ഇപ്പോൾ കെ.പി.സി. പ്രസിഡന്റ് കെ. സുധാകരൻ മാറേണ്ട ആവശ്യമുണ്ടോ? അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ഈ സന്ദർഭത്തിൽ മാറേണ്ട ആവശ്യമില്ല എന്നാണ് പൊതുവായിട്ടുള്ള വികാരം. കാരണം ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ തയ്യാറെടുപ്പിലാണ് പാർട്ടി. അത് കഴിഞ്ഞാൽ ഏതാനും നാളുകൾ കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷനാണ്. ഇങ്ങനെ സന്ദർഭത്തിൽ ഒരു മാറ്റം ഈ സന്ദർഭത്തിൽ അനുയോജ്യമല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റെയാണ്. ഹൈക്കമാൻഡ് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കട്ടെ. പക്ഷേ ഇങ്ങനെ സമൂഹത്തിൽ ഈ വിഷയം തന്നെ സ്ഥിരമായി ചർച്ച ചെയ്യപ്പെടുന്നത് സമൂഹത്തിൻ്റെ പാർട്ടിയുടെ നന്മയ്ക്ക് ചേർന്നതല്ല. കാരണം ഒരാവേശത്തിലൊരു ജോലി എടുക്കുമ്പോൾ നേതൃമാറ്റത്തിന് സാധ്യത, ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ അത് പ്രവർത്തകരുടെ ഒരു മൊറയിൽ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചർച്ച, അതുവരെ സമുദായങ്ങളെ കൂട്ടിച്ചേർക്കുന്നത്, ഇതൊന്നും ഒരു നല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ചർച്ചകളൊക്കെ അവസാനിപ്പിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ഹൈക്കമാൻഡ് ചെയ്യട്ടെ. പക്ഷേ ഇപ്പോൾ മാറ്റം വേണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. മറ്റൊന്ന്, അദ്ദേഹത്തിന് ഈ അനാരോഗ്യ പ്രവണതയുണ്ട് എന്ന് പറഞ്ഞാണ് പലകുറി ഇങ്ങനെ മാറ്റങ്ങൾ വേണമെന്നുള്ള കാര്യം ഒരു വിഭാഗം ആവശ്യപ്പെടുകയും ചെയ്യും. യാതൊരു അനാരോഗ്യ പ്രശ്നവുമില്ല. MP ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് കണ്ടിന്യൂ ചെയ്തുകൂടാ? അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ കണക്കിലെടുത്തിട്ടാണല്ലോ കഴിഞ്ഞ ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയാക്കിയത്. 1,00,000 വോട്ടിന് അദ്ദേഹം ജയിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ആരോഗ്യം പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അദ്ദേഹത്തിന് അങ്ങനെ പറയത്തക്ക ഒരു ആരോഗ്യ പ്രശ്നവുമില്ല. മറ്റൊന്ന്, അദ്ദേഹത്തെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവിൻ്റെ പ്രബല വിഭാഗം തന്നെ തനിക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് മൂലക്കിരുത്താനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളത് അദ്ദേഹം കൃത്യമായി പറയുകയും ചെയ്യുകയാണ്. അല്ല, ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ചർച്ച ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി പ്രവർത്തനങ്ങളുടെ ഒരു ഊർജത്തിനെ ബാധിക്കുന്നുണ്ട്. കാരണം പ്രവർത്തകരുടെ ആവേശം നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ലക്ഷ്യം പിണറായിനെ താഴെ ഇറക്കുക എന്നുള്ള, അതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. മറ്റ് വിഷയങ്ങളൊന്നും പൊതു ചർച്ച നടത്തുന്നത് ശരിയല്ല. അപ്പോൾ കെ.പി.സി. അധ്യക്ഷനായി കെ. സുധാകരൻ തുടരണം എന്നുള്ളത് തന്നെയാണ്. അടുത്ത നിയമസഭ വരെ തുടരണമെന്നാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ അഭിപ്രായം. അത് കടന്നുകൊണ്ട് ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് ഹൈക്കമാൻഡ്, ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ഹൈക്കമാൻഡ് ഒരു ഫൈനൽ അതോറിറ്റിയാണ്. ഹൈക്കമാൻഡ് എന്ത് പറഞ്ഞാലും അതിൻ്റെ മേലെ ഒരു കമാൻഡില്ല. ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ മാറ്റേണ്ടതാണ് ഞങ്ങളുടെ അഭിപ്രായം. ആൻ്റണിയുടെ പേര് സജീവമായി മറ്റു വ്യക്തികളുടെ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കേരളം മുഴുവൻ അറിയപ്പെട്ട ഊർജ്ജസ്വലനായിട്ടുള്ള നേതാക്കന്മാരാണ് KPCCനെ നയിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം പേരിലേക്ക് കടക്കുന്നത് ഇപ്പം ശരിയല്ല. തീർച്ചയായും കെ. സുധാകരൻ മാറേണ്ടതില്ല, അദ്ദേഹം അങ്ങനെ തന്നെ തുടർന്നാൽ മതി എന്നുള്ളതാണ് കെ. മുരളീധരൻ പ്രധാനമായും തന്നെ പറയുന്നത്. കാരണം വരാനിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. അപ്പോൾ സംഘടനാപരമായി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കെ. സുധാകരൻ അധ്യക്ഷ പദവിയിൽ തുടർന്നാൽ മതി എന്നുള്ള നിലപാട് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിട്ടുള്ള കെ. മുരളീധരൻ, മുതിർന്ന നേതാവ്, സ്വീകരിക്കുകയും ചെയ്യുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.